ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തം മകളാണ് അടുത്ത മകളെ തട്ടിക്കൊണ്ട് പോയതെന്നറിയാതെ ഈ ദ്രോഹം ചെയ്തവരൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രാഗുവാണ് നമ്മുടെ പൂർണിമ. അത് കേട്ടപ്പോൾ ഋതികയ്ക്ക് ഒരു പേടി. ഋതിക ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് പല്ലവിയൊക്കെ ഇങ്ങനെ നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ പിന്നെ നമുക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ, മുഹൂർത്തമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി വരട്ടെ. അതെ, അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് എന്ന് നമ്മുടെ സേതു പറയാം. ഇവളോടൊരു സ്വകാര്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ഋതികയെ വിളിച്ചുകൊണ്ട് പോവുക സേതു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. എന്ത് സ്വകാര്യ? എനിക്കൊരു സ്വകാര്യവും കേൾക്കണ്ടെന്ന് ഋതിക പറയുന്നത് കേട്ടപ്പോൾ നീ ഇങ്ങ് വന്നേ, ഇത് കേട്ടേ പറ്റൂ. കുറച്ച് ക്യാഷിൻ്റെ കാര്യം മോൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയും. മോളിങ് വന്നേ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഋതികയെ വിളിച്ചുകൊണ്ട് പോകാം. ഈ സമയത്ത് അവരെല്ലാവരും അച്ചുമായിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അവരെല്ലാം അങ്ങോട്ട് പോയി. സേതു ആണെങ്കിൽ ഇങ്ങനെ അവിടെ മാറി നിൽക്കുവാണ്. ഋതിക തൊട്ടടുത്ത് നിൽപ്പുണ്ട്. പലതരം വിഷങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും പക്ഷെ ഇതുപോലൊരു വിഷത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്ന് പറഞ്ഞു. നിനക്കേ അച്ചുവിൻ്റെ കല്യാണം മുടക്കണം അല്ലടിയെന്ന് ചോദിച്ച് തിരിഞ്ഞ് അവിടെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. അടിച്ച് തകർത്തു ഋതികയുടെ ചെവിക്കല്ല്. നമ്മുടെ സേതു ആ അടിയിൽ അവള് കിറങ്ങി താഴെ വീണു കേട്ടോ. അതുപോലെ ആയിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഞാൻ നിനക്കിട്ട് ഇത് തരേണ്ടത്. പക്ഷെ ഞാനത് തരാത്തതേ അമ്മയെ ഓർത്തിട്ടാ. പാവം അമ്മയ്ക്കേ അത് സഹിക്കില്ല എന്നും പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. തല്ലല്ല നീ ഈ ചെയ്തതിന് തരേണ്ടത്, അറിയാവോടിയെന്ന് ചോദിച്ചു. അതും പറഞ്ഞ് ഒന്നും പറ്റാത്തതെന്ന് പോലെ നീ പൊക്കോളാൻ പറഞ്ഞു സേതു. എന്നിട്ട് മിത്രേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവറെയും പൊക്കിക്കൊണ്ടാണ് മിത്രേട്ടൻ ഋതികയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഡ്രൈവറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഋതികയുടെ വാക്കി കിളിയും കൂടെ അങ്ങ് പറന്നു പോയിട്ടോ. ഋതിക ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ഇവനെ കൊണ്ടുവന്ന് മുന്നിൽ അങ്ങ് നിർത്തി കൊടുത്തു. ഇയാളെ എല്ലാ സത്യവും ഞങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ തെളിവ് വേണോടി നിനക്കെന്ന് സേതു അനിയത്തിയോട് ചോദിക്കുക. അച്ചുവിൻ്റെ കല്യാണം മുടങ്ങിയാലേ വിൽപത്രം റദ്ദാകും. അതിനു വേണ്ടിയിട്ടാ നീ ഈ സാഹസമൊക്കെ കാണിച്ചതെന്ന് എനിക്കറിയാം. എടീ എന്നെ വേണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ആ പാവം അച്ചുവിൻ്റെ ജീവിതം വെച്ച് നീ എന്തിനാടി കളിച്ചതെന്ന് സേതു അവളോട് ചോദിക്കുക കേട്ടോ. തൽക്കാലമേ നീ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിൽ നീയാണെന്നേ ഞാൻ ആരോടും പറയുന്നില്ല. ഇനി മേലാൽ ഇതുപോലെ വല്ലതും നീ ചെയ്താ നിന്റെ അവസാനം ഞാൻ വരുത്തും. പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഋതികയെ പറഞ്ഞു വിട്ടു. തുള്ളിച്ചാടി ഋതിക അങ്ങ് പോയി കഴിഞ്ഞപ്പം അപ്പം മിത്രേട്ടാ ഹിമന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഹിമന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു മിത്രേട്ടൻ അയാളെയും കൊണ്ട് പോയി. അപ്പോൾ സേതുവേട്ടാ ഇപ്പോൾ കല്യാണം നടക്കും, ഒരിക്കലും നടക്കാൻ പാടില്ല, ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ഇവരന്നേരത്തേക്ക് ഓടി അങ്ങോട്ടേക്ക് പോവുക. അച്ചുവിനെ ആണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് മണ്ഡപത്തിലേക്ക് കയറ്റി ഇരുത്തു കേട്ടോ. അച്ചു അന്നേരം സേതുവിനെയാണ് നോക്കുന്നത്. ആകെ അച്ഛനൊരു പ്രതീക്ഷയുള്ളത് സേതുവിലാണ്. അപ്പം നിഖിൽ ഇപ്പം കെട്ടു എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ചിരിയൊക്കെ ചിരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ അച്ചു ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ആകെ സമാധാനം കെട്ടി ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരിക്കുക. നിഖിലിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഈ കല്യാണം മുടങ്ങും, അതോടെ ഈ പത്രം റദ്ദാകും, സേതുമാധവൻ പൊന്നുമടത്തിൽ നിന്ന് തെറിക്കും, സ്വത്തുക്കൾ ഞങ്ങൾ 3 പേരും തുല്യമായിട്ട് പങ്കിട്ടെടുക്കും എന്ന് ഈ ഋതിക പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് താലി കെട്ടിക്കോളാൻ അവിടെ പറയുന്നത്. നിഖിൽ വേഗം താലി എടുത്ത് കഴുത്തിലേക്ക് വെക്കാൻ തുടങ്ങും. നിർത്തുക എന്ന് പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ അങ്ങ് പറഞ്ഞു. സേതു അത് പറയുന്നത് കേട്ടപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. താലി കെട്ടാൻ വരട്ടെ എന്ന് നമ്മുടെ സേതു പറയുക കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമല്ലേ, അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരിതിൽ. അപ്പം നീ അല്ല എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നതെന്ന് സേതു നിഖിലിനോട് പറയുമ്പോഴേക്കും ഇറങ്ങിപ്പോടാ മണ്ഡപത്തിന്ന് എന്നും പറഞ്ഞു. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കും. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പം അത് പറയാൻ താനാരാന്ന് ചോദിച്ചു. അച്ചുമായുള്ള കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ താലി ഞാൻ കെട്ടിയിരിക്കുമെന്ന് നിഖില്. അത് തടയാൻ തനിക്കെന്നല്ല ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിന്റെ പിന്നിലെ ആരാണെന്നുള്ളതെന്നും പറഞ്ഞു നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. എൻ്റെ അനിയത്തെ കണ്ണുനീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ എന്ന് ഭ്രാന്ത ഇയാളീ പറയുന്നത്, വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എന്ന് നിഖിലിൻ്റെ അമ്മ. പൂർണിമയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. പൂർണിമേ ഇതാണോ പൊന്നുമടങ്കാരുടെ പാരമ്പര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പൂർണിമയോട് ചോദിച്ചപ്പോൾ സേതു നിശ്ചയിച്ച വിവാഹം നടക്കണം. നിഖിൽ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടണം, അവളുടെ അമ്മ ഈ പറയുന്നതെന്ന് പൂർണിമ പറയുമ്പോൾ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇതുവരെ അമ്മ പറഞ്ഞത് മുഴുവനും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇതനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് സേതു അമ്മയോട് പറയാം. അപ്പം നിഖിലൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. നിഖിൽ അച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവളുടെ ജീവിതം തകരും എന്ന് നമ്മുടെ സേതു അമ്മയോട് പറയാം. അപ്പോഴേക്കും പ്രതാപിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടോ. എല്ലാവരും ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക.
ഇവൻ ഒരാളല്ല, രണ്ടാളാണെന്നും ആ രണ്ടാമൻ ആരാണെന്നൊക്കെ എനിക്ക് അറിയാവുന്നു നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. അന്നേരം ഇവരൊക്കെ എന്ത് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആർക്കും കഥയൊന്നും അറിയത്തില്ലല്ലോ. ചേച്ചി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക ഇവനെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ നേരെ ഇടയ്ക്ക് കയറി. മാധവനയുടെ മക്കൾക്ക് ഒരു നന്മയും വരരുത്, അതാണ് ഇവന്റെ ലക്ഷ്യം എന്നും പറഞ്ഞ് ആ ഒരു വലിയ ഡയലോഗുകൾ അടിക്കുന്നു ഈ പറയണ പ്രതാപൻ. ആ സമയത്ത് ഒരു തവണ മുടങ്ങിപ്പോയതാ ഇവരുടെ കല്യാണം, വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ എത്തിക്കരുത് നീ എന്നും പറഞ്ഞ പൂർണിമ സേതുവിനോട് പറയണം. അത് കേട്ടപ്പോൾ ഇവർ നോക്കുക, ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയുക. അപ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും ഇവരുടെ ജാതകം നോക്കി പറഞ്ഞിട്ടുള്ളതാ അതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ സേതു ആകെ ധർമ്മസങ്കടത്തിലായി. എന്തിനാണ് ഈ പാവത്തിനെ നീ ദ്രോഹിക്കുന്നത്? ഇതിനാണോ വല്യേട്ടൻ സംബന്ധിച്ച് നീ ഇവിടെ നിന്നതെന്ന് സേതുവിനോട് പൂർണിമ ചോദിക്കുന്നു. കാര്യത്തോടടുത്തപ്പം പൂർണിമയും നമ്മുടെ സേതുവിനെ തള്ളി പറഞ്ഞു എന്ന് വേണം കരുതാൻ. അപ്പോൾ അച്ചുവിൻ്റെ കഴുത്തിൽ നിഖിൽ താലി കെട്ടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് സേതു അന്നേരം പറയാം. അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കുക. അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട്, അതെന്താണെന്ന് ഇവൻ അറിയുകയും ചെയ്യാമെന്നും നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോൾ നിഖിൽ അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. തനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതിൽ. അച്ചുവിൻ്റെ കല്യാണം നടക്കും, ഇതേ വേദിയിൽ ഇതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചുവിൻ്റെ കഴുത്തിൽ താലി അണിയും. പക്ഷെ വരൻ അതിവനല്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുക. അപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആ സമയത്ത് ആകെ ടെൻഷനായി പൂർണിമയ്ക്കും മക്കൾക്കും ഒക്കെ. ആ നേരത്തേക്ക് നമ്മുടെ സേതു ഇങ്ങനെ അടുത്ത ആളെ വിളിക്കുക. അപ്പോൾ വരുന്നു നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ വരുന്നത് ഹരിയെ കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. കയറി കെട്ടടാ താലി എന്ന് ഹരിയോട് പറയുന്നു നമ്മുടെ സേതു. പൂർണിമയുടെ മുഖമൊക്കെ മാറി, ഭാവം മാറി. അപ്പോൾ ചെല്ല് ശ്രീഹരി ചെന്ന് സേതുവേട്ടൻ്റെ അഭിമാനം രക്ഷിക്ക് ചെല്ലാൻ പറഞ്ഞു പല്ലവി. അപ്പോൾ വരാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഹരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ. അപ്പോൾ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നിഖിലിനോട് പറയണു നമ്മുടെ സേതു. നിഖിൽ അന്നേരം ഒരു പട്ടിയെ പോലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. അപ്പോഴത്തേക്ക് ഹരിയെ കയറി ഇരിക്കണമെന്ന് പറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തുവാണ് സേതു. പിടിക്കടാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് താലി എടുത്ത് സേതു ഹരിയുടെ കയ്യിൽ കൊടുത്തു. കൊട്ടടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും പൂർണ്ണ മനസ്സോടെ എൻ്റെ പെങ്ങളെ ഞാൻ നിനക്ക് തരിക കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ തന്നെ അനിയത്തിയുടെ കല്യാണം നടത്തുന്നു. അപ്പോഴേക്കും നമ്മുടെ പൂർണിമ അവിടെ കുഴഞ്ഞു വീഴുക കേട്ടോ. പൂർണിമ അവിടെ ഇങ്ങനെ തകരുന്നു. അപ്പോഴേക്കും അച്ചുവിൻ്റെ മനസ്സ് നിറഞ്ഞ് മുഖം തെളിഞ്ഞു. ഹരിഹണി പേടിച്ച് വരച്ച് താലിയും കെട്ടി. അങ്ങനെ കല്യാണം നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നിഖിൽ നോക്കി നിൽക്കുകയും നടന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മുടെ പൂർണിമ ചങ്കു പൊട്ടി അവിടെ നിൽക്കുക. കുറുപ്പമ്മാവൻ്റെ മുഖം ഇപ്പോഴാണ് തെളിഞ്ഞത്. എന്തായാലും കല്യാണത്തിന് വന്ന അല്ലെങ്കിൽ താലി കെട്ടാൻ വന്നവൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നു. ഈ സമയത്ത് നമ്മുടെ നിഖിൽ സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മറക്കില്ല ഞാനിത്, ഈ അപമാനത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നിഖിൽ നമ്മുടെ സേതുവിനെ വെല്ലുവിളിക്കുമ്പോൾ അനുഭവിച്ചോളാം. അപ്പം നിഖിലേ തല്ല് തന്ന് തരേണ്ട സ്വഭാവക്കാരനാ നീ. ഞാനത് ചെയ്യാത്തത് എൻ്റെ മാന്യതയാണെന്ന് സേതു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനിയും ഇവിടെ കിടന്ന് നീ ഷോ ഇറക്കിയ ആ മാന്യത ഞാനങ്ങ് മറക്കും എന്ന് നമ്മുടെ സേതു പറയുക നിഖിലിനോട്. അപ്പോഴേക്കും നിഖിലിൻ്റെ അമ്മ വന്നു. മതിയടാ ഹീറോയായത്, സ്വന്തം കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നെങ്കിൽ നീ എന്തിനാ പിന്നെ ഞങ്ങളെ വെടിവേഷം കെട്ടിച്ചതെന്ന് പുള്ളിക്കാരി ചോദിക്കാം. ഇതാണോ നിങ്ങളുടെയൊക്കെ സംസ്കാരം? അതാണല്ലേ എന്നൊക്കെ ചോദിച്ചു. മാധവമേനോന്റെ ഭാര്യ തന്നെയാണോ നീ? ഇങ്ങനെയാണോ തറവാടികൾ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ശ്രീദേവി ഒന്നും എനിക്ക് അറിയില്ല, ഞാനിതൊന്നും അറിഞ്ഞതല്ല, ഞാനല്ല, ഇതൊന്നും എൻ്റെ സമ്മതത്തോടെ അല്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ മതി നാടകം കളിച്ചത്, ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞ് ശ്രീദേവി നശിച്ച് മണ്ണടിയും നിങ്ങളെന്ന് പറഞ്ഞൊരു ബ്രാക്കും ബ്രാഗേച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നടക്കട അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുവാട്ടോ. എന്നാലും എന്തിനാ ചേച്ചി ഇതുപോലെ ഒരു ചതി ചെയ്തത്? ഈ കല്യാണം വേണ്ടെങ്കിൽ അത് പറയാൻ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു പ്രതാപം വന്നു നിന്ന് പൂർണിമയെ തിളപ്പിക്കുന്നു. അവരെ വിളിച്ചു വരുത്തി വെറുതെ അപമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്തതേ പൂർണ്ണമായും തെറ്റ് തന്നെയാണ് ചേച്ചി എന്നൊക്കെ പ്രതാപൻ. ഈശ്വരൻ പൊറുക്കില്ല ചേച്ചി, പൊറുക്കില്ലെന്നും പറഞ്ഞിട്ട് പ്രതാപനും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പൂർണിമ സേതുവിനെ തുറച്ചു നോക്കുക. എന്നിട്ട് നേരെ സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. സേതുവിൻ്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ അടി. എടാ മഹാഭാവി, അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ദരിദ്രവാസിയെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ നമ്മുടെ സേതുവിനെ തള്ളി പറയുക കേട്ടോ. അപ്പോൾ സ്വന്തം ദേഹത്ത് നുള്ളിയപ്പോൾ പൂർണിമയ്ക്കും നൊന്തു. അമ്മയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ആ ഒരിത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഈ ദേവിയെ സാക്ഷി നിർത്തി നിന്നോട് ഞാൻ പറയുക, ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പൂർണിമ സേതുവിനോട് പറയുന്നു. ഋതികയ്ക്കൊക്കെ എന്തായാലും സന്തോഷമായി. ഇനി എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് നീ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ പറയുക. അപ്പം അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ പോടാ എൻ്റെ മുന്നിൽ നിന്ന്
കാണണ്ട എനിക്ക് നിന്നെയെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ സേതുവിനെ ഇറക്കി വിടുന്നു. പൂർണിമയുടെ അവസാനത്തിന് വേണ്ടിയാ പൂർണിമ അതൊക്കെ ചെയ്യുന്നത്. തെണ്ടി തിരിഞ്ഞ് നാളെ സേതുവിൻ്റെ അടുത്ത് തന്നെ കയറി ചെല്ലേണ്ടതാണല്ലോ. പൂർണിമ അതും പറഞ്ഞു കാറി കൂവി നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ചുവിൻ്റെ താലി പറിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഋതുകയും സ്വാതിയും സന്തോഷമായിട്ട് നിൽക്കുവാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെറ്റായല്ലോ. അപ്പോൾ നീ ആ താലി ഊരി കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഋതുക. ആ താലി ഊരി കളഞ്ഞതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരത്തില്ലെന്നൊക്കെ ഋതുക അച്ചുവിനോട് പറയാം. അപ്പം അതൊക്കെ കേട്ട് അച്ചു ഇങ്ങനെ ഹരിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. ഈ സമയത്ത് എല്ലാവരും ആകിയത് പറഞ്ഞത് കേട്ടില്ലേ, താലി അഴിച്ച് കളയാൻ എന്ന് ഋതുക ഇങ്ങനെ ഒച്ചത്തിൽ പറയുമ്പോൾ എനിക്ക് വേണ്ടിയാണ് ഇവിടെ സംസാരിക്കുന്നത്, അഴിച്ച് കളാതെ എന്നും പറഞ്ഞ് പൂർണിമ അച്ചുവിനോട് പറയണം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പം ചേച്ചിയോടാ പറഞ്ഞത് അത് അഴിച്ചു കളയാനായിട്ടെന്ന് പറഞ്ഞിട്ട് സ്വാതി. അമ്മയുടെ വാക്ക് ധിഖരിക്കാനും മാത്രം വളർന്നോ ചേച്ചി എന്നും ചോദിച്ചുകൊണ്ട് സ്വാതിയും. അപ്പോൾ അവൾ അനുസരിക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി, ചേച്ചി തന്നെ അഴിച്ചു കളയുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമയോട് ഈ പ്രതാപം പറഞ്ഞു കൊടുക്കുക. അപ്പം അമ്മ ചെന്ന് അഴിച്ചു കൊടുക്കുക, അത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിനക്ക് അവകാശപ്പെടാത്ത ഈ താലി അത് ഞാൻ അഴിക്കുമെന്ന് പറഞ്ഞ് പൂർണിമ അഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും പല്ലവി ഇടയ്ക്ക് കയറി നിന്നിട്ട് വേണ്ട അമ്മ അത് ചെയ്യരുത്, താലി അത് അഴിക്കണ്ടെന്ന് പറയുമ്പോൾ നീ തന്നെ അത് എന്നോട് പറയണം എന്ന് പൂർണിമ പറയണു പല്ലവിയോട്. ആദ്യ ദിവസം തന്നെ സ്വന്തം കഴുത്തിലെ താലിയെടുത്ത് ഭർത്താവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നവളല്ലേ നീ താലിയുടെ മഹത്വം പ്രസംഗിക്കുന്നോടി എന്ന് ഋതുക പല്ലവിയോട് ചോദിച്ചപ്പോൾ അത് ഞാനാ ചെയ്തത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്, അങ്ങനെ ചെയ്യാനേ എനിക്ക് എൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. പല്ലവി അന്നേരം പൂർണിമയോടും ഋതുകയോടും പറയുക, അതുപോലെ അല്ല അമ്മേ, ഇത് ഇന്ദ്രനല്ല ശ്രീഹരി, ഞാനല്ല അച്ചു, അമ്മ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. താലി പൊട്ടിച്ചെറിയുകയല്ല വേണ്ടത്, അതിനെ അനുഗ്രഹിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറയുമ്പോഴും പൂർണിമ ഇങ്ങനെ തൂറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. മാറി നിൽക്കടി, അമ്മയെ തടയാൻ മാത്രം വളർന്നോടി നീ എന്ന് ഋതുക പറഞ്ഞപ്പം മിണ്ടി പോകരുത്, നിനക്കിത് പറയാനുള്ള ഒരർഹതയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി നിഖിലും അച്ചുവും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ ആരാ ശ്രമിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നും അങ്ങനെ ആഗ്രഹിച്ചവരുടെ മോഹം നടന്നില്ലേ എന്ന് നമ്മുടെ പല്ലവി ചോദിക്കുക. നിഖിലല്ലല്ലോ ശ്രീഹരിയല്ലേ അച്ചുവിനിപ്പോൾ കല്യാണം കഴിച്ചതെന്നും നമ്മുടെ പല്ലവി ചോദിക്കുന്നു. അവര് ജീവിച്ചോട്ടെ, അപ്പൊ വേണ്ടടി, ഞങ്ങളെ നാണം കെടുത്തിയിട്ട് ആരും ജീവിക്കണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നും ഋതുക പറയാം. മാറി നിക്കടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് പല്ലവിയെ പിടിച്ച് വലിച്ചു മാറ്റുവാണ് ഋതുക. അമ്മേ ചെന്നിട്ട് താലി അഴിച്ചു കളാ ചെല്ലമ്മേ എന്നും പറഞ്ഞു മക്കൾ അമ്മയെ പറഞ്ഞു വിടുക. അപ്പൊ എനിക്കത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, ചേച്ചി ഉള്ളപ്പോഴേ ഞാനത് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാ ചേച്ചി ചെല്ല്, ആരും ചേച്ചി ഒന്നും പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ പൂർണിമയെ ഇളക്കി വിടുക. പൂർണിമ ചെന്നു. അപ്പം നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് സേതു അന്നേരം ചോദിച്ചു. അച്ചുവും ശ്രീഹരിയും തമ്മിൽ കല്യാണം കഴിക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമ്മുടെ സേതു പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണിമ ഇങ്ങനെ തുറച്ചു നോക്കുക. എൻ്റെ മാത്രം തീരുമാനമാണ്, അത് നടന്നു എന്നും സേതു പറയാം. അതില്ലാതാക്കാൻ ധൈര്യമുള്ളവരെ താലി പൊട്ടിക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പോഴും പൂർണിമ ഭയങ്കര കലിപ്പില്ല. എനിക്കത് കാണണമെന്ന് സേതു പറയുമ്പോൾ വെല്ലുവിളിക്കാണോ നീ എന്നെ, അത്രയ്ക്ക് വളർന്നോ സേതുമാധവൻ എന്ന് പൂർണിമ സേതുവിനോട് ചോദിക്കുന്നു. എടാ പൊന്നും മഠത്തിലെ മാധവമേനോന്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ആ താലി ഞാൻ ഊരിക്കളഞ്ഞിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഒരുമാതിരി ഭ്രാന്തിയെ പോലെ നിന്നിങ്ങനെ കാണിക്കുക. പൂർണിമയുടെ തനി സ്വരൂപം പുറത്ത് വന്നു. അങ്ങനെ കുറുപ്പമ്മാവനും ഇങ്ങനെ ആകെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പൂർണിമ ഇപ്പം പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ വെല്ലുവിളിക്കാം. മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് പോലെ നീ എന്നെ പേടിപ്പിക്കാൻ വരല്ലേ, ഈ പൂർണിമയോട് ഇതിൻ്റെ വിളച്ചിലൊന്നും നടക്കില്ലെന്നും പറഞ്ഞ ഈ പൂർണിമയുടെ ഡയലോഗ്. അപ്പം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് സേതു അച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കാരണം പൂർണിമ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത മര്യാദയില്ലാത്ത നന്ദി കെട്ടവളാണെന്ന് പൂർണിമ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അച്ചുവിൻ്റെ താലി പറിക്കാനായിട്ട് പൂർണിമ ചെന്ന് കൈ വെക്കുകയും അമ്മയുടെ കൈക്ക് കയറി നമ്മുടെ അച്ചു പിടിക്കുക, പൊട്ടിക്കാൻ ഒക്കുകയില്ല എന്നുള്ളൊരിതിൽ. അങ്ങനെ ആ ഒരു അടിപൊളി യമണ്ടൻ സിറ്റുവേഷനിലാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും